विश्वास की जिंदगी में होता है इदा विश्वास जीवित संभविക്കുന്നത് विश्वास की जिंदगी में होता है പത്രോസിന്റെ ജീവിതത്തിൽ ഇതാ സംഭവിച്ചത് പത്രോസ് की जिंदगी में यही होता है അവന്റെ മുമ്പിൽ ഒരു സങ്കല്പത്തിന്റെ കോട്ട ഉയരുകയാണ് उसके सामने एक संकल्प का बड़ा कोटा समझ അവൻ യേശുവിന്റെ അടുക്കലേക്ക് നടക്കുവാൻ പറ്റാതാവുകയാണ് वो यीशु मसीह के सामने खड़ने के लिए नहीं हो पा रहा हालेलुയ हालेलुയ പൗലോസ് പറയുകയാണ് പൗലോസ് बताता അതിനെ ഇടിക്കുവാൻ उसको तोड़ने के लिए ഓ അതിനെ ഇടിക്കുവാൻ ശക്തമായ സർവശക്തിമാൻ हालेलुया 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 ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് आज रात प्रभु की आत्मा बताता है നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു തന്നത് तुम्हारे अंदर प्रभु की आत्मा का व्यापार निंदे अगत പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകർന്നു തന്നത് तुम्हारे अंदर प्रभु की आत्मा की सामर्थ्य का व्यवहार हो रहा है സങ്കൽപ്പങ്ങളെ ഇടിച്ചു കളയാൻ सारे संकल्पों को तोड़ने के लिए हालेलुया हालेलुया പിതാവാം ദൈവം യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു പിതാ परमेश्वर यीशु को देख के बताता है ഇവൻ എൻ്റെ പ്രിയപുത്രൻ ये मेरा प्रिय पुत्र है നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്യം ध्यान से जरा उस वचन को सुनो पब्लिक में कहता है हालेलुया हालेलुया സ്നാനപ്പെടാൻ നേരം बपतिस्मा के समय യോർദാന്റെ കടവിൽ यर्दन के नदी में പ്രാവ് വന്നു कबूतर आता है स्वर्ग തുറന്നു स्वर्ग खुलता है ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു ये मेरा प्रिय पुत्र करके बताया जाता है ആര് കേട്ടു ये कौन सुना ആര് കേട്ടു कौन सुना ये പിശാചും കേട്ടു शैतान भी सुना ശ്രദ്ധിക്കണം നിങ്ങളെ ദൈവത്തിന്റെ പൈതലായി തെരഞ്ഞെടുക്കുമ്പോൾ प्रभु परमेश्वर अपने संतान की तौर पे चुनते സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടുമ്പോൾ स्वर्ग में तुम्हारा नाम लिखते समय പിശാചിനെ അറിയാം ये शैतान को भी पता चलता है നീ അടുത്ത ശ്രദ്ധിക്ക് ध्यान से सुनने पर യേശു മരുഭൂമിയിലേക്ക് പോയി യേശു മരുഭൂമി में जाता है മരുഭൂമിയിൽ ചെന്നപ്പോൾ മരുഭൂമി में जाते समय ആര് വന്നു कौन आया 40 ദിവസത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആര് വരുന്നേ 40 दिवस के उपवास के बाद एक व्यक्ति आता है ആരാ വന്നേ कौन आता है പിശാച് വന്നു അവൻ വന്നിട്ട് എന്തോ പറഞ്ഞേ वो आके क्या कहता है നീ ദൈവപുത്രനെങ്കിൽ ഒരു വശത്തൂടെ ദൈവം പിതാവ് തന്നെ കുറിച്ച് പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ ആത്മാവിൽ ജനിച്ച് സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞു तुम जब कलीसिया में आकर प्रभु परमेश्वर की आराधना करने के लिए तैयार होते हो तुम्हारे प्रतीक का छुटकारा प्रभु परमेश्वर ऑलरेडी बता देता है ഞാൻ നിന്നെ വാനല്ല തലയാക്കാമെന്ന് പറഞ്ഞു मैं तुम्हें पूछ लगी सर्वनाम करके वचन बताता പറഞ്ഞ പോലെ പറഞ്ഞു എന്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി പോകുമെന്ന് जिस प्रकार कहा प्रभु बताता कि तुम्हें से काफी व्यक्तियों को कि मेरी सानिध्य तुम्हारे सामने सामने चलेगा हालेलुया हालेलुया യേശുവിനോട് വന്ന് പിശാച് പറഞ്ഞു യേശു മസീഹ के शैतान बताता है നീ ദൈവപുത്രനെങ്കിൽ यदि तू प्रभु का पुत्र है യേശു പറഞ്ഞു ഞാൻ ദൈവപുത്രനാണ് यीशु मसीह ने क्या कहा कि मैं प्रभु का संतान हूं യേശു തെളിയിക്കാൻ പോയോ यीशु मसीह ने अपने आप को प्रूव करने के लिए बैठा നമ്മളാണ് എന്ത് ചെയ്യും हम तो क्या करते അയ്യോ നമ്മൾ പറയും നമ്മൾ പല ഡേറ്റ് ഓഫ് ബർത്തും വല്ല പ്രൂഫും ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് പറയും ഞങ്ങൾ കണ്ടില്ലേ ഇന്ന DNA ടെസ്റ്റ് വരെ നടത്തും हम अपने जिंदगी का सारा टेस्ट चलाएंगे और कहेंगे कि हम ही संतान है वास्तव के संतान हम ही है നിന്റെ അകത്തെ വിശ്വാസത്തിന് ബലം വേണമെങ്കിൽ तुम्हारे अंदर के विश्वास को एक बल है പുറത്തുനിന്ന് വരുന്നതിനെ അകത്തോട്ട് കയറ്റരുത് बाहर से आने वाली चीजों को तुम्हारे अंदर आने के लिए नहीं अनुभव करना മനസ്സിലാവുന്നുണ്ടോ हालेलुया 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 നമ്മൾ എങ്ങനെ ജനിച്ചേ कैसे हम जन्म लिए हैं ആത്മാവിൽ എങ്ങനെ ജനിച്ചേ ആത്മാ में कैसे हम जन्म लेते हैं ദൈവത്തിന്റെ വചനം പറയുന്നു प्रभु का वचन बताता है വിശ്വാസം കേൾവിയാലും विश्वास सुनने से കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു सुनना प्रभु के वचन में से आता है അപ്പോൾ ദൈവത്തിന്റെ വചനം प्रभु परमेश्वर का वचन നമ്മൾ കേട്ടതുകൊണ്ട് हमने सुना है നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് विश्वास किया है നമ്മൾ ആരായി തീർന്നു हम कौन बन चुके हैं നമ്മളൊരു ദൈവ പൈതലായി തീർന്നു हम प्रभु की संतान बन चुके हैं മനസ്സിലാവുന്നുണ്ടോ ഇത് ആരും നമ്മളെ അടിച്ചേൽപ്പിച്ചതല്ല ये कोई हमारे को मार कर बिठाया नहीं നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാതെ സംഭവിച്ച ഒരു വലിയ കാര്യമാണ് हमारे जिंदगी के अंदर कोई भी ना जानते हुए नहीं बिठाया गया ഒരു പാസ്റ്റർക്ക് നിർബന്ധിച്ച ഒരാളെ മതം മാറ്റാൻ പറ്റില്ല किसी ने भी तुम्हें मन परिवर्तन करवाने के लिए तुम्हें फोर्सफुली नहीं कर सकते ഒരുത്തനെ നിർബന്ധിച്ച് ദൈവവാദിലാക്കാൻ പറ്റില്ല किसी को भी फोर्स करते हुए प्रभु की संतान बना नहीं सकते അപ്പന്റെ ഭവനം വിട്ടുപോയി पिता का घराना छोड़कर गया കൂട്ടുകാരോടൊത്ത് തിന്നുകുടിച്ച് സമ്പത്ത് നഷ്ടമായി കഴിഞ്ഞപ്പോൾ दोस्तों के साथ जाकर अपनी पूरी संपत्ति को नष्ट करने के बाद ഹൃദയത്തിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു हृदय के अंदर वो इस प्रकार चिंता किया എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര പേർ തിന്നു ശേഷിപ്പിക്കുന്നു मेरे पिता के घर में कितने लोग खाकर भी बचाते हैं हालेलुया हालेलुया അവൻ ചിന്തിച്ച നിങ്ങൾ ശ്രദ്ധിച്ചേ अब उसने क्या चिंता की आप जरा सोचो അപ്പന്റെ സ്വത്തുമായി പോയവനാ पिता का पूरा संपत्ति लेकर वो गया था യേശു പറഞ്ഞ ഉപമയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് यीशु मसीह ने कहा हुआ एक उपमा मैं आपके सामने रखता हूं ഒന്ന് ദ്രഹ്മയെ കുറിച്ച് പറഞ്ഞു एक प्रभु में इसने सिक्के के बारे में बताया രണ്ട് ആടുകളെ കുറിച്ച് പറഞ്ഞു प्रभु यीशु मसीह ने जो भेड़ के बारे में बताया മൂന്നാമത് നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് പറഞ്ഞു तीसरा यीशु मसीह बताता है कि नष्ट होने वाली संतान के बारे में ഇവനോട് ആരും വന്ന് സുവിശേഷം പറഞ്ഞില്ല इससे कोई भी आके सुसमाचार
वचन नहीं सुनाता है। ഇവനോട് ആരും വന്ന് അപ്പനെ കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുത്തില്ല. इसको कोई भी आगे पिता के बारे में, अच्छाई के बारे में नहीं बताया. അവൻ ദേശത്തിലെ പ്രമുഖന്റെ അടുത്ത് പോയിട്ട് അവന്റെ പന്നികളെ മേയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. उस देश के प्रमुख के पास जाकर उनका जो सूरों को चराने के लिए वो तैयार, അവനെ ആശ്രയിക്കുവാൻ ശ്രമിച്ചു. उसको आसरा रखने के लिए वो तैयार रहा. ഈ സാഹചര്യത്തിന്റെ നടുവിൽ इस संदर्भ के बीच में ഇവന്റെ ഹൃദയത്തിൽ इसके हृदय की गहराई, ഇവൻ ആത്മഗതം പറയുകയാ, इसके अंदर आत्मा से बताया जाता है, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. मैं इस प्रकार रहने वाला एक व्यक्ति नहीं हूँ. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി ചിലത് ഹൃദയത്തിനകത്തൊന്ന് പറഞ്ഞേ, आज कुछ व्यक्ति अपने हृदय की गहराई में जरा छू, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, मैं ऐसा बैठने वाला एक व्यक्ति नहीं हूँ, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ല. ऐसा देखने वाला एक व्यक्ति नहीं हूँ. എന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ചൊരു ദർശനം, मेरे पिता के भवन के बारे में मुझे एक दर्शन है. അവിടുത്തെ ആ സാഹചര്യങ്ങളുമായിട്ട് എന്റെ ജീവിതം ഒന്ന് തുലനം ചെയ്യുമ്പോൾ उनके वहां के संदर्भ के बारे में मैं अपनी जिंदगी को जरा तुलना എന്നെ അപ്പന്റെ അടുക്കലേക്ക് ആകർഷിക്കുകയാണ്. और लोगों को आकर्षण करवाता हूँ. Praise the Lord. हालेलुया. അപ്പന്റെ അടുക്കലേക്ക് എന്നെ ആകർഷിക്കുന്ന എന്തോ ഒരു കാര്യം पिता की और आकर्षण करवाने वाली कुछ बात है. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഏതു സമയവും അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. हर एक समय पिता तुम्हारे इंतजार में रहता है. Praise the Lord. हालेलुया. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है, വിശ്വാസം കേൾവിയാൽ, विश्वास सुनने से കേൾവി और सुनना ദൈവത്തിന്റെ വചനത്താൽ. परमेश्वर के वचन से होता है. എല്ലാരും ചേർന്ന് പറഞ്ഞ വിശ്വാസം കേൾവിയാലും. बोलने पर विश्वास सुनने से, ഹല്ലേലൂയ. പറഞ്ഞേ, ആ വാക്യം പറഞ്ഞേ. विश्वास सुनने से और सुनना प्रभु के वचन से होता है. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം. ध्यान से सुनने पाया. യേശു പിശാചിനെ നേരിട്ട് എങ്ങനെയാ? यीशु मसीह शैतान के विरुद्ध कैसे जाता है? വചനം കൊണ്ടാ. वचन के क्या? അപ്പോൾ അകത്തെ വിശ്വാസം പോയാൽ अंदर का विश्वास जाने से ഈ ലോകത്തിന്റെ ശക്തികൾ നമ്മളിലേക്ക് കടന്നു വരും. संसार की शक्तियां हमारे भीतर कामों को करेगा. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. आगे होने वाली बातों को जरा ध्यान से सुनने पाए. അകത്ത് വിശ്വാസമുണ്ട്, अंदर यदि विश्वास है, പക്ഷെ അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. यदि उसका यदि विश्वास कम होते जाए, തുടങ്ങിയപ്പോ ഭയങ്കര വിശ്വാസമായിരുന്നു, आरंभ करते समय बड़ा विश्वास था, അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. बहुत चमत्कार को हमने देखा जरूर है. ഓ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. उसके ठिकाने से पहले ही प्रभु ने छुटकारा दे दिया है. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പം लेकिन कुछ दिवस होने के बाद വിശ്വാസം തണുത്തു. विश्वास जो है ठंडा पड़ गया. എന്തോ സംഭവിച്ചു? क्या हुआ? താഴാൻ തുടങ്ങി. डूबने लगा. ഹല്ലേലൂയ. हालेलुया. ഒരു വചനം എടുക്കാം നമുക്ക്. एक वचन लेंगे हम. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ पहली कुरिन्थियों की किताब 6-ാം അധ്യായം 6वीं अध्याय അതിന്റെ 15-ാം വാക്യം. उसका 15वीं वचन. നിങ്ങളുടെ ശരീരങ്ങൾ ആ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് ആ. അറിയുന്നില്ലയോ? ആ ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് മതി മതി. അവിടെ എന്തോ ഹിന്ദി വായിച്ചേ? क्या तुम नहीं जानते कि तुम्हारी देह मसीह के अंग है? तो क्या मैं मसीह के अंग लेकर उन्हें वैश्या के अंग बनाऊं? कदापि नहीं. എന്തോ അവിടെ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങൾ तुम्हारी अंग जो है ക്രിസ്തുവിന്റെ അവയവങ്ങൾ. प्रभु यीशु मसीह के अंग है. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തിന്റെ ആ ഒരു തലം ഞാൻ ഇതിനോട്ട് അങ്ങ് ബന്ധിപ്പിക്കാൻ പോവാ. विश्वास के उस एक भाग को मैं इसके साथ जोड़ने चाहता हूँ. ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. प्रभु यीशु मसीह कलवरी की क्रूस में और आपके लिए मर गया है. അവൻ അവിടെ വെച്ച് മരിച്ചു പോവല്ല ചെയ്തത്, वो वहाँ पे मरकर खत्म नहीं हुआ है. അവൻ ഉയർത്തെഴുന്നേറ്റു. वहाँ पे वो जीवन प्राप्त किया है. ഉയർത്തെഴുന്നേറ്റു. जीवन को प्राप्त किया है. അവന്റെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നു. उसकी आत्मा को हमारे ऊपर से दे दिया. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. आज रात को यहाँ बैठे हुए एक एक व्यक्ति के पास प्रभु की आत्मा है. നിങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടാണ്. तुम बपतिस्मा लेने के लिए तैयार तब हुए तब पवित्र आत्मा तुम्हारे ऊपर आया है. അന്യഭാഷ അടയാളമാണ്. अन्य भाषा जो है एक चिन्ह है. ഹല്ലേലൂയ. हालेलुया. ആത്മാവ് നിങ്ങളെ ഇങ്ങോട്ട് നയിച്ചത്. आत्मा तुम्हें इधर की ओर लेकर आया है. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഭയിൽ കൂട്ടിക്കൊണ്ടുവന്നത്. पवित्र आत्मा तुम्हें कलीसिया के भीतर रखा है. ദൈവത്തിന്റെ വചനം പറയുകയാ, प्रभु का वचन कहता है നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാ. तुम प्रभु परमेश्वर के शरीर की देह हो. ഒരിക്കൽ കൂടെ വായിച്ച വാക്യം एक और बार उस वचन को पढ़ेंगे हम. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? അറിയുന്നില്ലയോ? क्या तुम नहीं जानते? നീ എന്നെ നോക്കിക്കേ. मुझे ध्यान से सुनने पाए. നിങ്ങൾ അറിയുന്നുണ്ടോ? അത് क्या तुम जानते हो? പലപ്പോഴും മറന്നു പോകുന്നൊരു നിലവാരമില്ലേ? काफी बार हम भूल जाने वाला एक संदर्भ है. ആമേൻ.
നിങ്ങളുടെ ശരീരങ്ങൾ आपका शरीर जो है ക്രിസ്തുവിന്റെ അവയവങ്ങൾ നിങ്ങൾ അറിയുന്നില്ലേ? मसीह का अंग है करके क्या आप नहीं जानते? അതിന്റെ അർത്ഥം उसका अर्थ है ക്രിസ്തു തന്റെ ശരീരത്തെ തന്റെ സഭയ്ക്ക് കൊടുത്തത് प्रभु यीशु मसीह ने अपने शरीर को इस कलीसिया को देने के बाद സഭയെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. कलीसिया को उपयोग करने के लिए। നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. इन लोगों को समझ में आ रहा मुझे नहीं मालूम। നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ लेकिन आप यहाँ पे बैठते समय നിങ്ങളുടെ ശരീരം आपका जो शरीर है ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. प्रभु मसीह के अंग है। मैं ഇനി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ പറയാം. एक और वचन पढ़ाकर मैं आपको समझाना चाहता हूँ। 2 കൊരിന്ത്യർ दूसरी कोरिन्थी 6-ാം അധ്യായം उसका 6वां अध्याय 16-ാം വാക്യം. 16वीं वचन। ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചതാ? ആ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. और मूर्तियों के साथ परमेश्वर के मंदिर का क्या संबंध? क्योंकि हम तो जीवित परमेश्वर के मंदिर है। നിങ്ങൾ ശ്രദ്ധിക്കണേ. ध्यान से तरह सुनने ഇവിടെ पाए। ഇരിക്കും നിങ്ങൾ ആരാ? हम यहाँ पे जो बैठे हैं हम कौन है? ഒന്ന് പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരങ്ങളാണ്. एक बताया गया है कि आप मसीह के अंग है। വീണ്ടും പറയുകയാ दूसरा बताया जाता है നിങ്ങൾ ദൈവത്തിന്റെ ആലയം മന്ദിരമാണ്. आप और मैं प्रभु परमेश्वर की मंदिर है। ഈ ആലയത്തിന് അകത്ത് ആരായിരിക്കുന്നേ? ये मंदिर के अंदर कौन बात करता है? ആരായിരിക്കുന്നേ? कौन बैठा है? ദൈവം. ഹല്ലേലൂയ. हालेलुया। ഇതിന്റെ ഒരു ഗ്രീക്ക് വേർഡ് इसका एक ग्रीक शब्द जो ഞാൻ है പഠിച്ചപ്പോ ഇങ്ങനെ പഠിച്ചായിരുന്നു. इस प्रकार मैंने पढ़ते समय पढ़ाई मैंने ആ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് इस प्रकार लिखा है എംപെരിപാറ്റിയോ എന്ന് എഴുതിയിരിക്കുന്നത്. എംപെരിപാറ്റിയോ एम्पेरी पैचियो करके लिखा गया है। അത് ടു പാരാമ്പുലേറ്റ് എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. वहाँ पे इस प्रकार ट्रांसलेट करके बताया गया कि पैराबुलेट। ഞാൻ അതിന്റെ അർത്ഥം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ उसका अर्थ देखते समय നമുക്കറിയാം ഇവിടെ ഞാനിപ്പോ വന്നപ്പോൾ ഒത്തിരി പേര് എയർഫോഴ്സിനകത്തും മിലിറ്ററിയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. मिलिट्री और एयरफोर्स में काम किए हुए काफी व्यक्ति हमारे बीच में जरूर है। നമുക്കറിയാം ഓരോ രാജ്യത്തിന്റെയും അതിർത്തിയിൽ പട്ടാളക്കാർ കാവലുണ്ട്. मैं आपको और मुझे मालूम है हर एक देश को उसका अपना अपना सेनानी लोग रहते हैं। എന്തിനു വേണ്ടിയാ കാവല്? किन कारणों से वो सेनाई करते हैं? ശത്രു സൈന്യം शत्रु की सेना രാജ്യത്തെ ആക്രമിക്കാതിരിക്കാൻ. राज्य को आक्रमण करने से बढ़कर। അപ്പോൾ ഇവർ ആയുധധാരികളായിട്ട് നടക്കുകയാണ്. ये जो है हर एक हथियार को लेकर चलते रहते हैं। എങ്ങോട്ടാ നടക്കുന്നത്? कहाँ पे चलते हैं? അതിർത്തിയിൽ കൂടെ. वो सारे बॉर्डर में ഏത് നിമിഷവും അവർ ശ്രദ്ധയോടായിരിക്കുന്നത്. हर एक समय जो है वो बड़ी बड़ी ध्यान से यात्रा करते हैं। മനസ്സിലാവുന്നുണ്ടോ? ध्यान से समझ में आ रहा है? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് പറയുമ്പോൾ आप जो प्रभु की मंदिर कहते हो अपने आप को, നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുക. आपके शरीर के अंदर प्रभु परमेश्वर की उपस्थिति व्यापार कर रहा है। ആ അർത്ഥമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. वो ആ വേർഡ് यहाँ पे वही वर्ड यहाँ पे यूज മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. हम कौन है करके काफी बार हमें खुद ही समझ में नहीं आता പക്ഷെ है। പിശാചിനറിയാം. लेकिन शैतान को मालूम है। ഹല്ലേലൂയ. हालेलुया। നമുക്ക് പലപ്പോഴും നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെ വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല. हम अपने आप को प्रभु परमेश्वर की उपस्थिति में बढ़ा करके नहीं देखते। വചനം പറയുന്നു वचन बताता है നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. आप परमेश्वर की मंदिर हो। എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. मेरे मंदिर को नष्ट करने वाले को। हालेलुया। ഹല്ലേലൂയ. हालेलुया। അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന നിങ്ങളെ തൊടുവാൻ ശത്രുവിനാകത്തില്ല. ऐसा है तो प्रभु परमेश्वर की आत्मा के जरिए चलने वाले एक मंदिर को शत्रु छूने के लिए प्रभु अनुमति नहीं അവരുടെ देता है। ജീവിതത്തിനകത്ത് രോഗം കൊണ്ടിടാൻ പറ്റത്തില്ല. उसके अंदर एक रोग आने की प्रभु अनुमति नहीं देगा। നിന്നെ മാനസിക